അപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ ഇതേപോലെ മുറ്റത്ത് ഇതേ പൂന്തോട്ടത്തിന് നടുവിൽ ഇതേപോലെ പച്ചക്കറി ഇങ്ങനെ പച്ചപ്പായിട്ട് നിൽക്കുന്നത് കാണാൻ? എന്ത് രസമെന്ന് പറയും. ഇതിൽ വെണ്ടുണ്ട്, വഴുതനുണ്ട്, പാവലുണ്ട്, പടവലുണ്ട്, തക്കാളിയുണ്ട്, തണ്ണിമത്തണ്ട്, കോളിഫ്ലവർ ഉണ്ട്, ജർജിയർ ഉണ്ട്. നമുക്ക് ആവശ്യമുള്ള എല്ലാ പച്ചക്കറികളും ഈ ഒരു ബെഡിൽ ഉണ്ടാക്കാം. എന്ത് രസം! ഇതൊക്കെ ഒന്ന് വലുതായി കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും. നന്നായിട്ട് കായകളുണ്ടാവും. അതിനൊന്നും മെനക്കെടില്ല നമുക്ക്. അതിനാകെ വേണ്ടത് ഒരു കുഴി ഒഴിച്ചിട്ട് അതിൽ ടാർപോളിൻ ഷീറ്റ് ഒഴിച്ച് അതിൽ മത്സ്യങ്ങളെ വളർത്തുന്നു. അതിലൊരു സമ്മർസൽ പമ്പ് വെച്ചിട്ട് ഇതേപോലുള്ള ബെഡുകളിലേക്ക്, കല്ലുകൾ നിറച്ച ബെഡുകളിലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്നു. നിറഞ്ഞ വെള്ളം തിരിച്ചു പോകുന്നു. ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ ഐഡിയ പ്രകാരം എങ്ങനെ വെള്ളം ഉണ്ടാക്കാം. ഗ്രോ ബെഡുകളിൽ വെള്ളം കയറണം, തിരിച്ച് ഫിഷ് ടാങ്കിലേക്ക് പോകുന്നു. ഇത്രയും മനോഹരമായിട്ട് നമുക്ക് വീടിൻ്റെ മുന്നിൽ തന്നെ പൂന്തോട്ടത്തിൻ്റെ നടുവിൽ ഇതേപോലുള്ള പച്ചക്കറിത്തോട്ടം നമുക്ക് വളരെ ലളിതമായിട്ട് ഉണ്ടാക്കാം. ഇതൊക്കെ വെറുതെ തൈകൾ വെച്ചിട്ട് പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഞാൻ. ഒരു കീടനാശിനിയും അടിച്ചിട്ടില്ല. ഇതേപോലുള്ള മഞ്ഞക്കണി, നീലക്കണി മാത്രമേ വെച്ച് കൊടുത്തിട്ടുള്ളൂ. വേറൊരു കീടനാശിനി അടിക്കാതെ നല്ല ഭംഗിയായിട്ട് ഒരു കീടങ്ങളുടെ അറ്റാക്ക് ഇല്ലാതെ ഇരിക്കണുണ്ടില്ലേ. അപ്പോൾ ഇത്രയും ഭംഗിയായിട്ട് ചെയ്യാൻ, ഇത്രയും മെനക്കെടില്ലാത്ത നമ്മുടെ ഈ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് വളരെ വളരെ ലളിതമായിട്ട് നമുക്ക് എല്ലാവർക്കും വീടിൻ്റെ മുന്നിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി മത്സ്യങ്ങളുടെ തീറ്റയാണ് നിങ്ങളുടെ പ്രശ്നം എന്ന് വെച്ചാൽ അതിന് പരിഹാരമുണ്ട്. നമുക്ക് BSF ലാർവകളെ ഉണ്ടാക്കാൻ ഒരു പണിയില്ല. അതിനടുത്തിട്ട് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീരെ ചിലവ് കുറക്കാനും സാധിക്കും. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ സംഭവങ്ങൾ. വെണ്ടൊക്കെ നിൽക്കണുണ്ടില്ലേ, എത്ര മനോഹരമായിട്ട് നിൽക്കണമെങ്കിൽ. കോളിഫ്ലവറൊക്കെ കണ്ടില്ലേ, തക്കാളി കണ്ടില്ലേ, തക്കാളിയൊക്കെ ഇഷ്ടം പോലെ. അപ്പോൾ നമുക്ക് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ജർജീറിൻ്റെ ഇലകൾ വേണം. അപ്പോൾ അതും കൂടി ഒന്ന് പറിച്ചിട്ട് പോകാം.